പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഈ ഒരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈഗൂണിൽ GT ലൈൻ ഇറക്കിയ പോലെ തന്നെ വേർട്ടസിൽ അവർ GT ലൈൻ എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ഇറക്കിയിട്ടുണ്ട്. ഇതിന് പുറമെ ഒരു അഡീഷണൽ വേരിയന്റ് കൂടെ ടൈഗൂണിലും വേർട്ടസിലും വരുന്നുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. എന്തായാലും നിങ്ങൾ കാണുമായിരിക്കും, എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും. ഹൈലൈൻ പ്ലസ് എന്ന് പറഞ്ഞൊരു വേരിയന്റ് വരുന്നുണ്ട്. അതിന്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചാനൽ ഇടുന്നുണ്ട്. ഇത് എൻ്റയർലി, അതായത് ടൈഗൂണിൽ ഇറങ്ങിയ പോലെ തന്നെ GT ലൈൻ എന്ന് പറഞ്ഞൊരു വേരിയന്റ്, അതായത് 1 ലിറ്ററിലെ GT ലൈൻ വേർട്ടസിലും കൊടുത്തിരിക്കുന്ന ഒരു വേരിയന്റാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ പലരും ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ കാണുന്നത് വെച്ചാൽ ടൈഗൂണിൽ എന്താണോ അത് തന്നെയാണ്, അതായത് അതേ മാറ്റങ്ങൾ തന്നെയാണ് വേർട്ടസിലും കൊണ്ടുവരുന്നത്, ഫീച്ചേഴ്സിന്റെ അകത്താണെങ്കിൽ കോസ്മെറ്റിക് ആണെങ്കിൽ. എന്നാൽ ഇതിൽ അങ്ങനെയല്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ സൺറൂഫ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ കീലെസ് എൻട്രി ഉണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. ടൈഗൂണിന്റെ GT ലൈനിന്റെ ഈ ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു വേരിയന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ടൈഗൂണിന്റെ മിഡിൽ ഓപ്ഷന്റെ ഫുൾ ഓപ്ഷന്റെ ഒരു മിഡിലായിട്ടാണ് ആ ഒരു ടൈഗൂൺ GT ലൈൻ എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പ്രൈസും ഏകദേശം അതുപോലെ തന്നെയായിരുന്നു. എന്നാൽ ഈ ഒരു വേരിയന്റ് എന്ന് വെച്ചാൽ ഈ ഒരു വേരിയന്റ് ശരിക്കും പറഞ്ഞാൽ പ്രൈസ് റിവീൽ ആയിട്ടില്ല. പക്ഷേ ഇത് ഓൾമോസ്റ്റ് ടോപ്പ് ലൈനിന്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, പിന്നെ കുറെ കോസ്മെറ്റിക് ചേഞ്ചസും ഉണ്ട്, ബാഡ്ജിങ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ റിവ്യൂ ആണ്. പറ്റിയാണ് പ്രൈസ് കിട്ടുമ്പോൾ ഞാൻ സ്ക്രീനിൽ തന്നെ എന്തായാലും കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിലുള്ള മാറ്റങ്ങൾ ഞാൻ ഓരോന്നായിട്ട് എടുത്തു പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ ടൈഗൂണിലൊക്കെ കണ്ട പോലെ തന്നെ ഫുള്ളി ഡീക്രോം ചെയ്യുന്നുണ്ട്. അതിൽ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗോ മാത്രം. ഇവൻ ഞാൻ ബാക്കി ബ്രാൻഡിന്റെയും അതായത് ഡീക്രോം വേർഷനൊക്കെ കാണാറുണ്ട്. അതിൻ്റെ അകത്ത് ലോഗോ അടക്കം അവർ ഡീക്രോം ആയിട്ടാണ് കൊടുക്കാറ്. പക്ഷേ ഇതിൽ അവർ റെസ്പെക്ട് കൊടുത്തതാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ലോഗോയില് അത് ഈവൻ ഫ്രണ്ടിലത്തെ ആണെങ്കിൽ വീലിൽ കൊടുത്ത ലോഗോയിലൊക്കെ ആണെങ്കിൽ ക്രോം ഫിനിഷ് അങ്ങനെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ വേരിയന്റിലൊക്കെ ഏറ്റവും അതായത് ടോപ്പിലും ഏറ്റവും ബോട്ടത്തിലായിട്ട് ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫുള്ളി ഡീക്രോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ലാമ്പ് യൂണിറ്റിന്റെ അകത്ത് വേറെ ചേഞ്ചസ് ഇല്ല. പക്ഷെ എങ്കിലുള്ള ഒരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഇവിടെ ക്രോം ഫിനിഷ് ആയിരിക്കുന്ന ടൈമിൽ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ക്രോമിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഒരു ക്രോം എലമെന്റ് അല്ല, ഒരു എന്താ പറയുക സിൽവർ കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവര് ഡീക്രോം ചെയ്തിട്ട്, അതായത് ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണെങ്കിലും കുറച്ചൊരു ബ്ലാക്കിഷ് ആക്കിയിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. ഉള്ളിലത്തെ ഒരു എലമെന്റ് ഒക്കെ ആണെങ്കിലും ഈ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഈ ഒരു ഡീക്രോം ചെയ്തതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഉള്ളിലും അവർ ഡീക്രോം എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഹെഡ് ലാമ്പ് യൂണിറ്റും ഫംഗ്ഷനും എല്ലാം സെയിം ആണ്. ഇതാണ് നമുക്ക് ഇൻഡിക്കേറ്റർ വരുന്നത്. ഇത് പ്രൊജക്ടർ LED ഹെഡ് ലാമ്പ് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് DR ലൈറ്റ് വരുന്നത്. ഓക്കെ, ഇൻഡിക്കേറ്റർ എല്ലാവരും വിചാരിക്കും ഇതാണ് ഇൻഡിക്കേറ്റർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്, ഇത് രണ്ട് ഹെഡ് ലാമ്പ് ആണെന്ന്. പക്ഷെ ഇത് ഇൻഡിക്കേറ്ററും ഇത് ഹെഡ് ലാമ്പാണ്, പ്രൊജക്ടർ ഹെഡ് ലാമ്പ്. ഈ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമുക്ക് DR ലൈറ്റ് ഫംഗ്ഷൻ കൊടുത്തില്ല. അത്രയാണ് ഹെഡ് ലാമ്പ് യൂണിറ്റിന്റെ ഭാഗത്ത് വരുന്നത്. പിന്നെ തൊട്ട് താഴെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഗ് ലാമ്പ്, കോർണറിംഗ് ഫംഗ്ഷനുള്ള ഫോഗ് ലാമ്പാണ് ഇതിൽ കൊടുത്തില്ല. പിന്നെ നോർമൽ വേരിയന്റിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഈ ഒരു വിങ് ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് ക്രോം ഫിനിഷ് ആണ് കാണാൻ പറ്റുക. അത് ഡീക്രോം ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഫുള്ളി ബ്ലാക്ക് പിയാനോ ഫിനിഷ് ആണ് ബോട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അത്രയാണ് ഫ്രണ്ട് പറയാനുള്ളത്. പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 360 ക്യാമറ ഇല്ല, എന്നാൽ ഫ്രണ്ട് സെൻസർ ഉണ്ടോ? നമുക്ക് ഫ്രണ്ട് സെൻസർ ഇനി മുതൽ അഡീഷണൽ ആയിട്ട് ആക്സറീസ് ആയിട്ട് നിങ്ങൾക്ക് ഷോറൂമിൽ തന്നെ ഫിറ്റ് ചെയ്യാം. അതായത് ഫോക്സ് തന്നെ ജെനുവിൻ ആക്സറീസ് ആയിട്ട് ഫിറ്റ് ചെയ്യാം. പക്ഷേ ഇൻബിൽഡ് ആയിട്ട് വരുന്ന വണ്ടികളിൽ അത് കൊടുത്തിട്ടില്ല. അതാണ് ഫ്രണ്ടിൽ നിന്ന് അത്രമാത്രമേ ചേഞ്ചസ് വന്നിട്ടുള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും ചേഞ്ചോ കാര്യങ്ങളൊന്നും കൊടുത്തില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഇതിന്റെ എഞ്ചിൻ്റെ അകത്ത് ചേഞ്ചസ് കാര്യങ്ങളൊന്നുമില്ല. 115 PS ആണ് ഇതിന്റെ പവറും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതിന്റെ ഓട്ടോമാറ്റിക്കിലേക്ക് പോവുകയാണെങ്കിൽ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ആണ് വരിക. മാനുവൽ ആണെങ്കിൽ 6 സ്പീഡ് മാനുവൽ വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഇതിന്റെ എഞ്ചിന്റെ ഭാഗത്തേക്ക് പോകുക. കാരണം അതിനകത്തൊന്നും നോർമൽ വേരിയന്റിനെ അപേക്ഷിച്ച് കാര്യങ്ങളൊന്നും. ഇനി ഇതിന്റെ സൈഡിലേക്ക് വരികയാണ്. സൈഡ് പ്രൊഫൈലിൽ വേറെ ചേഞ്ചസ് എന്ന് പറയാനായിട്ട്, അതായത് ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്, ഈ ഒരു ഡയമെൻഷൻസിന്റെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ചേഞ്ചസും ഇല്ല. വീൽ ബേസ് ആയിക്കോട്ടെ, ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിക്കോട്ടെ, ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്, ബൂട്ട് സ്പേസിലൊന്നും ഒരു ചേഞ്ചസും വരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതിൽ കോസ്മെറ്റിക് ചേഞ്ചസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് മാക്സിമം. അതല്ലാതെ എഞ്ചിനിലാണെങ്കിൽ ഈ പറഞ്ഞ ഡയമെൻഷൻസിൽ വേറെ ചേഞ്ചസ് ഇല്ല. സൈഡിലേക്ക് വരുമ്പോൾ ഒരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കീലെസ് എൻട്രി ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പറയാനുള്ള ഒരു കാരണം ഇത് GT ലൈൻ ടൈഗൂണിൽ നിങ്ങൾക്ക് അവൈലബിൾ അല്ല. പക്ഷെ ഇതിൻ്റെ അകത്താണെങ്കിൽ വേർട്ടസിന്റെ GT ലൈനിലാണെങ്കിൽ കീലെസ് എൻട്രി അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊരു ബ്ലാക്ക് ഔട്ട് എന്നുള്ള രീതിയിലാണ് കൊടുത്തില്ല. അതായത് ക്രോം അല്ല, ക്രോം തന്നെ, പക്ഷെ അത് ബ്ലാക്ക് എന്നുള്ള രീതിയിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. റിയറിലാണെങ്കിൽ ഇവിടെ ഒരു ക്രോം ഫിനിഷ് അത് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് GT ലൈൻ എന്നുള്ള ഒരു ബാഡ്ജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അതാണ് സൈഡിൽ നിന്നുള്ള ചേഞ്ച്. പിന്നെ ടയർ പ്രൊഫൈലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചേഞ്ച് ഇല്ലാതുകൊണ്ടാണ് പറയുന്നത്. അതായത് 205/55 R16 ആണ്. അതായത് 16 ഇഞ്ച് ടോപ്പ് ലൈൻ്റെ സെയിം അലോയ് ബ്ലാക്ക് പെയിന്റ് ചെയ്തു മാത്രം. പിന്നെ ഫ്രണ്ടിൽ മാത്രമാണ് ഡിസ്ക് വരുന്നത്, അതുകൊണ്ട് തന്നെ കാലിപ്പർ വരുന്നുണ്ട്. പക്ഷെ അത് റെഡ് കളർ കൊടുത്തിട്ടില്ല. അത് 1.5 GT മാത്രമാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഈ ഒരു വേരിയന്റിൽ നമുക്ക് റെഡ് കാലിപ്പർ കാണാൻ പറ്റില്ല, സെയിം സിൽവർ തന്നെയാണ് കാണാൻ പറ്റുക. റിയറിൽ നമുക്ക് ഡിസ്ക് അവൈലബിൾ അല്ല, ഡ്രം മാത്രമാണ്. അത് എല്ലാ വേരിയന്റിലും ടൈഗൂൺ, വേർട്ടസ്, ഇതിന്റെ എല്ലാ വേരിയന്റിലും നമുക്ക് കിട്ടുന്നത് വെച്ചാൽ റിയറിൽ ഡ്രമ്മും ഫ്രണ്ടിലാണ് ഡിസ്ക് കിട്ടുന്നത്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ടോപ്പ് ലൈനിൽ GT ലൊക്കെ കിട്ടിയിരുന്ന ക്രോം ഫിനിഷിന് പകരം ക്രോം ബ്ലാക്ക് ഔട്ട് ചെയ്തല്ല, അതായത് ഇവിടെ ഒരു റബ്ബർ ടൈപ്പാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഓക്കെ, പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു പില്ലർ ഉണ്ടല്ലോ,
ടോപ്പ് ലൈൻ GT-ലൊക്കെ ആണെങ്കിൽ ഇവിടെ നമുക്കൊരു എന്താ പറയണ്ടേ ബ്ലാക്ക് പിയാനോ ഫിനിഷ്, അതായത് ഒരു ബ്ലാക്ക് പിയാനോ ഫിനിഷ് തന്നെ കാണാൻ പറ്റും. പക്ഷെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈലൈനിലൊക്കെ കണ്ടിട്ടുള്ള സെയിം ഫൈബർ ഫിനിഷിലാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു മാറ്റ് ബ്ലാക്ക് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പില്ലർ കൊടുത്തിട്ടുള്ളത്. പിന്നെയുള്ള ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ റൂഫിന്റെ അകത്താണ്. റൂഫിൽ നമുക്ക് ഇതിൽ സൺറൂഫ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ റൂഫ് ബോഡി കളർ തന്നെയാണ്, അതായത് സൺറൂഫിന്റെ ആ ഒരു പോർഷൻ മാത്രമാണ്, സൺറൂഫ് മാത്രമാണ് ബ്ലാക്കിൽ കാണാൻ പറ്റുക. ബാക്കിയുള്ള റൂഫ് ബോഡിയും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ സെയിം നമുക്ക് എക്സ്റ്റീരിയർ ബോഡി കളർ തന്നെയാണ് ഇതും കിട്ടുന്നത്, റൂഫിലും കിട്ടുന്നത്. അത്രയാണ് ചേഞ്ചസ് നമുക്ക് സൈഡ് എന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് റിയറിലും കൂടി നോക്കാം എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന്. ഇനി ഇതിന്റെ സൈക്ക് വരുമ്പോൾ ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു GT ലൈനിൽ തന്നെ നമുക്ക് സ്പോയിലറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈഗൂണിലാണെങ്കിൽ സ്പോയിലറിന്റെ അകത്ത് ഒരു ബ്ലാക്ക് കളറോ കാര്യങ്ങളൊന്നും അഡീഷണൽ കൊടുത്തില്ല. പക്ഷേ ഈ ഒരു പേരിൽ GT ലൈൻ എന്ന് പറഞ്ഞിട്ട്, അതായത് വേർട്ടസിന്റെ അകത്താണെങ്കിൽ നമുക്ക് ഒരു സ്പോയിലർ ഇതിൽ കാണാൻ പറ്റും റിയൽ, അതും ബ്ലാക്ക് പെയിന്റഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, പലരും പേർക്കും ബ്രേക്ക് ലൈറ്റിന്റെ യൂണിറ്റ് ഒക്കെ സെയിം ആണ്. പക്ഷെ അതിന്റെ അകത്ത് കുറെ സ്ഥലത്തൊക്കെ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നോർമൽ വേരിയന്റ് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ള പോർഷനൊക്കെ ഒരു എന്താ പറയുക സിൽവർ ഫിനിഷോ അല്ലെങ്കിൽ ഒരു ഷൈനിങ് ചെയ്യുന്ന ഒരു ഫിനിഷിലാണ് ഇവിടെ നിങ്ങൾക്ക് നോർമൽ വേരിയന്റിലൊക്കെ കാണാൻ പറ്റും. അതൊരു ബ്ലാക്ക് ഔട്ട് അവരെന്തായാലും ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട്. അത് ചെറിയ രീതിയിൽ മനസ്സിലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് നോർമൽ വേരിയന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാവും അത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ GT ലൈൻ എന്നുള്ള ബാഡ്ജ് നിങ്ങൾക്ക് ഇവിടെയും കാണാൻ പറ്റും ഈ ഒരു സൈഡിലായിട്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർട്ടസിന്റെ നെയിമിങ് ഫുള്ളായിട്ട് അവർ ബ്ലാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് TSI ബാഡ്ജ് അത് അവർ ഒഴിവാക്കിയിട്ടില്ല. അതായത് GT ലൈൻ ആണെങ്കിൽ കൂടിയും നോർമലി നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ GT എന്നുള്ള ബാഡ്ജ് ഈ ഒരു സൈഡിലാണ് വരിക, അതായത് 1.5 ആണെങ്കിൽ. പക്ഷെ GT ലൈൻ എന്നുള്ള ബാഡ്ജ് ഇവിടെ കൊടുത്തിട്ട് TSI ബാഡ്ജ് സെയിം അവിടെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്, അതും ബ്ലാക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു വേരിയന്റിനെ പറ്റി പറയുകയാണെങ്കിൽ റിവേഴ്സ് ക്യാമറ അവൈലബിൾ ആണ്. റിവേഴ്സ് സെൻസേഴ്സ് 3 സെൻസേഴ്സ്, 1, 2 അതുപോലെ തന്നെ 3 സെൻസേഴ്സ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ തൊട്ട് താഴെയായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 ശരിക്കും പറഞ്ഞാൽ ഡിഫ്യൂസർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് ഡിഫ്യൂസർ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഈ ഒരു ക്രോം കൊടുത്തിട്ടുണ്ടല്ലോ. നോർമൽ വേരിയന്റിലൊക്കെ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോം ആയിരുന്നു, അത് അവർ ഫുള്ളി ഡീക്രോം ചെയ്തിട്ടുണ്ട്. അതാണ് ചേഞ്ചസ് വരുന്നത് റിയറിൽ പറയാനായിട്ട്. വേറെ അത്ര ചേഞ്ചസ് ഒന്നുമില്ല. അതായത് ബൂട്ടിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ സെയിം സ്പേസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു നെഗറ്റീവ് എന്നുള്ള രീതിയിൽ പലരും പറഞ്ഞുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബൂട്ടിന്റെ ഉണ്ടല്ലോ, ഇപ്പൊ ഞാൻ തുറന്ന ടൈമിൽ നോർമലി എല്ലാവരും നേരെ പോയി തലയിടും, ആ ഒരു ടൈമിൽ ഇത് വന്നിട്ട് അടിക്കുന്നുണ്ട്. അതിന് ചെയ്യേണ്ടത് വെച്ചാൽ നോർമൽ ഓപ്പൺ ചെയ്ത പാടന്നെ ഇവിടെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്, അത് അവിടെ നിന്നോളും. ഓക്കെ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ തൊട്ട് താഴെയായിട്ടാണ് നിങ്ങൾക്ക് സ്പെയർ വീലിന്റെ ഓപ്ഷൻസ് കൊടുത്തുള്ളത്. അത്രയാണ് നമുക്ക് റിയറിൽ പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ല ഇത് റിവ്യൂ ആയിട്ടൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ചേഞ്ചസും കാര്യങ്ങളൊക്കെ. ഈ റിയറിൽ ചേഞ്ച് ഒന്ന് സ്പോയിലറും ഒന്ന് ഫുള്ളി ഈ നെയിമിങ്ങും ബാഡ്ജും കാര്യങ്ങളൊക്കെ ബ്ലാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അടിയിലത്തെ ഇതും കാര്യങ്ങളൊക്കെ ബ്ലാക്കിൽ കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു ക്രോം ഫിനിഷ് ക്രോം വിങ് ബ്ലാക്കിൽ കൊടുത്തിട്ടുണ്ട്. ടോയിങ് ഹൂക്കിന്റെ ഒരു ഓപ്ഷൻ ആണ് ഇവിടെ, അതായത് ഫ്രണ്ടിലും റിയറിലും നമുക്ക് ടോയിങ് ഹൂക്കിന്റെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അത്രയാണ് റിയറിൽ പറയാനുള്ളത്. നമുക്ക് ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. ഇനി റിയറിലേക്ക് വരികയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് 60-40 സ്പ്ലിറ്റ് വരുന്നുണ്ട്. അത് ഈ ഒരു വേരിയന്റിൽ മാത്രമായിട്ട് നല്ല നോർമലി, അതായത് ബേസ് മോഡൽ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ വേരിയന്റിലും ഇവർ 60-40 സ്പ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ് റെസ്റ്റ് ആണെങ്കിലും നമുക്ക് 3 എണ്ണം അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ റിയറിൽ കൊടുത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആംറെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് കഴിക്കുന്നില്ല, എന്നാലും ആംറെസ്റ്റ് നമുക്ക് റിയറിൽ അവൈലബിൾ ആണ്, ഈ ഒരു വേരിയന്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ വിൻഡോ ബട്ടൺ നമുക്ക് ഇവിടെ തന്നെ ഡോർ തന്നെ കാണാൻ പറ്റും. പിന്നെ സ്പീക്കേഴ്സ് ട്യൂട്ടേഴ്സ് ഇവിടെ കാണാൻ പറ്റും. ഇത് അലൂമിനിയം ഫിനിഷ് തന്നെയാണ് കൊടുത്തുള്ളത്. ഇതൊരു ബ്ലാക്ക് ഔട്ട് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേങ്കിൽ ഇന്റീരിയറിൻ്റെ അകത്ത് കൊടുത്തുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എൻ്റയർ റൂഫ് ബ്ലാക്ക് ഔട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, അതായത് എനിക്ക് തോന്നുന്നു നോർമൽ വേരിയന്റിൽ ഈ ഒരു AC വെന്റിന്റെ ഇവിടെയൊക്കെ ചെറിയൊരു എന്താ പറയുക ഈ പറഞ്ഞ പോലെ തന്നെ സിൽവർ ഫിനിഷിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഫുള്ളി ബ്ലാക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. റിയർ AC വെന്റ്സ് വരുന്നുണ്ട്, 2 AC വെന്റ്സ് വരുന്നുണ്ട്. C2C ചാർജിങ് പോർട്ട് വരുന്നുണ്ട് 2 എണ്ണം. അത്രയാണ് പറയാനുള്ളത്. പിന്നെ ഐസോഫിക്സിന്റെ ചൈൽഡ് മൗണ്ടും കാര്യങ്ങളൊക്കെ, സീറ്റ് മൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 സീറ്റ് ബെൽറ്റ് നമുക്ക് 3 പിൻ ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അത്രയാണ് പറയാനുള്ളത്. സ്പേസിന്റെ കാര്യത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇരിക്കുമ്പോഴൊരു പൊസിഷൻ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഗ്രൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് സെഡാൻ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് റണ്ണിനൊക്കെ ആണെങ്കിൽ, അതായത് എഴുന്നേക്കാനും ഇറങ്ങാനും എഴുന്നേക്കാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ SUV-നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടാണ് സെഡാനിൽ. പക്ഷേ എങ്കിൽ ഒരു ലോങ് ഡ്രൈവ് ഒക്കെ നോക്കുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സെഡാനാണ് കുറച്ചുകൂടി ബെറ്റർ വരുന്നത്. ഓക്കെ, അത്രയാണ് റിയറിൽ പറയാനുള്ളത്. നമുക്ക് എന്തായാലും ഫ്രണ്ട് പോയിട്ട് സംസാരിക്കാം. ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 പവർ വിൻഡോസ് ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. ഡ്രൈവർ സൈഡ് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു നോബ് കൊടുത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ്, ഒരു ഇലക്ട്രിക്കലി ഓറിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബ് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു വൈറ്റ് സംഭവം നമുക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് സ്റ്റോക്ക് വരുന്ന ടൈമിൽ അവിടെ എന്താ പറയുക
ഡ്രൈവേഴ്സ് ഒക്കെ ഓടിക്കുന്ന ടൈമിൽ അവിടെ എന്താ പറയുക ചളിയോ കാര്യങ്ങളൊന്നും ആവണ്ടെന്ന് വെച്ചിട്ടാണ്. ഞാൻ നേരത്തെ റിയറിൽ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് ഇപ്പോഴും അലൂമിനിയം ഫിനിഷ് തന്നെയാണ് കൂടുതൽ. ഈ ഒരു പോർഷൻ കണ്ടോ, ഇത് ഫുള്ളി ബ്ലാക്കിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് GT ലൈനിൽ ടൈഗൂണിലൊക്കെ കണ്ട പോലെ തന്നെ, അതായത് GT ലൈനിലേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഫുള്ളി ബ്ലാക്കിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇത് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്, ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. ഫ്രണ്ടിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ നമുക്ക് ഡോറിൽ തന്നെ ഇവിടെ സ്പീക്കേഴ്സ് കാണാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സീറ്റ് വരുന്നില്ല. ഹൈറ്റ് അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ റീച്ച് ചെയ്യാനായിട്ട് അടിയിലത്തെ ഒരു സംഭവം ലിവർ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി, പുഷ് ചെയ്താൽ മതി. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ ലിവറിൻ്റെ ആണ് കൊടുത്തുള്ളത്. പിന്നെ കൊടുത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആം റെസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇത് സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. തൊട്ടായ സ്പേസും ഉണ്ട്, ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗിയർ ബോക്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആണ് ഇതിൽ വരുന്നത്. ഡ്രൈവ് മോഡ് പ്ലസ് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവ് മോഡ്, സ്പോർട്ട് മോഡ്, പ്ലസ് ആൻഡ് മൈനസ് മാനുവൽ ഇട്ട് ഓടിക്കാനുള്ള ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ AC യുടെ കാര്യത്തിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കൺട്രോൾസിലേക്ക് പോകുകയാണെങ്കിൽ ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇനി സ്റ്റിയറിംഗ് കൺട്രോൾസിലേക്ക് പോകാം. ബട്ടൺസ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ പ്ലസ് ആൻഡ് മൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വോളിയത്തിന്റെ അല്ല, അതായത് ഈ ഒരു പ്ലസ് ആൻഡ് മൈനസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രൂയിസ് കൺട്രോളിന്റെ ഫംഗ്ഷൻസ്, ഈ ഓൾമോസ്റ്റ് എല്ലാ സ്വിച്ചസും ക്രൂയിസ് കൺട്രോളിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ ഒരു ബട്ടൺ നമുക്ക് ഫംഗ്ഷൻ ഒന്നും ചെയ്യുന്നില്ല, ഫ്യൂച്ചർ അപ്ഡേഷനിൽ വരുമായിരിക്കാം. ഈ ഒരു ബട്ടൺ ആണ് ഇതിന്റെ പ്ലസ് ആൻഡ് മൈനസ്, അതായത് സൗണ്ട്, ഓഡിയോയുടെ സൗണ്ട് കുറക്കാനും കൂട്ടാനുള്ള ഒരു ബട്ടൺ ഇതാണ്. ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ക്രൂസ് കൺട്രോളിന്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ കൂട്ടാനും കുറക്കാനും, റെസ്യൂം ചെയ്യാനും അതുപോലെ തന്നെ സെറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ആണ്. ക്യാൻസൽ ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റയർലി, അതായത് ഒന്ന് ഇതിന്റെ പ്ലസ് ആൻഡ് മൈനസും, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ക്രൂസ് കൺട്രോളിന്റെ ബട്ടൺസും മാത്രമാണ്. ഈ ഒരു ലെഫ്റ്റ് സൈഡ് കൂടുതല. പിന്നെ ഹോണ്, ഇതാണ് ഹോണിന്റെ സൗണ്ട് വരുന്നത്. ഇനി ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ വോയിസ് കമാൻഡ്, അതുപോലെ തന്നെ ഈ ഒരു വ്യൂ ഓപ്ഷൻ ഉണ്ടല്ലോ, വ്യൂ ഓപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് ടോട്ടൽ 3 വ്യൂ ആണുള്ളത്. ഒന്ന് നമുക്ക് സ്പീഡോമീറ്റർ കാണിക്കും, ഒന്ന് RPM മീറ്റർ കാണിക്കും. പിന്നെ 2 സൈഡിൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ പറയാം, റൈറ്റ് സൈഡിൽ ഇന്നേ കാര്യങ്ങൾ കിലോമീറ്റർ, ആവറേജ് കിലോമീറ്റർ കാണിക്കണം. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഡ്രൈവിംഗ് ഡാറ്റ ഫുൾ ആയിട്ട് കാണിക്കണം. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ആ ഒരു സെറ്റ് ചെയ്യേണ്ട ബട്ടൺ ആണ് നമുക്ക് ഈ ഒരു 4 ബട്ടൺ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കേണ്ട ഓപ്ഷൻ. അതായത് ഇങ്ങനെ ഈ 2 പോർഷനിലേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സൈഡിൽ അമർത്തിയിട്ട് നമുക്ക് ഏതൊക്കെ ഈ ഒരു പോർഷനിൽ ഇനി വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓടി സെലക്ട് ചെയ്യാം, ഓക്കെ കൊടുത്തു. ഇനി ഈ സൈഡിൽ നമ്മളെന്തെങ്കിലും പാട്ട് പ്ലേ ചെയ്യുമ്പോൾ, ഇതിന്റെ റേഡിയോ പ്ലേ ചെയ്യുമ്പോൾ ആ ഒരു സോങ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. അത്രയാണുള്ളത്. ഈ ഒരു ക്ലസ്റ്റർ അത്യാവശ്യം എന്താ പറയുക ഡിജിറ്റലി തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ടോപ്പ് ലൈൻ്റെ തന്നെ ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ റെഡ് ട്രീറ്റ്മെന്റ് ആണ് ആ ഒരു ക്ലസ്റ്ററിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഓക്കെ, അതാണ് ഉള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു നമുക്ക് ഇത് സ്റ്റിയറിംഗ് നമുക്ക് റീച്ചും അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ വയർലെസ് ചാർജിങ് ഓപ്ഷൻസ് ഇതിൽ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമുക്ക് ഈ ഒരു വേരിയന്റിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ബട്ടണും ഇവിടെ കൊടുത്തിട്ടുണ്ട്. AC ഞാൻ പറഞ്ഞു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് വരുന്നത്. പിന്നെ ഈ ഒരു മിറർ, ഇൻസൈഡ് റിവർ വ്യൂ മിറർ നമുക്ക് ഓട്ടോ ഡിമിങ് ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അതായത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ടോപ്പ് ലൈൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയന്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഗ്ലോ ബോക്സ്, കൂൾഡ് ഗ്ലോ ബോക്സ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബ് ഉള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ ഹെഡ്ലൈറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഓട്ടോ ഹെഡ്ലൈറ്റ് ഈ ഇതിൽ വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് ഇത് ടോപ്പ് ലൈൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓട്ടോ ഹെഡ് ലാമ്പ് ഫംഗ്ഷൻ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പിന്റെ ഓപ്ഷൻസ് നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു നോബിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അത്രയാണ് പറയാനുള്ളത്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തില്ല. റൈറ്റ് സൈഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈപ്പറിന്റെ ഓപ്ഷൻസ് ആണ് കൊടുത്തില്ല. അത്രയാണുള്ളത്. പിന്നെ ഇതിൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ പെഡൽ ഷിഫ്റ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ മൈനസ്, ഈ ഒരു സൈഡിൽ പ്ലസ് എന്നുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഓഫ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓഫ് എന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ പെഡൽ ഷിഫ്റ്റ് യൂസ് ചെയ്തു, ആ ഒരു ടൈമിൽ നമുക്കിത് ഇനി വേണ്ട ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ പലരും ചെയ്യുന്നത് വെച്ചാൽ നല്ലോണം RPM കൊടുത്തതിന് ശേഷം പിന്നീട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഓഫ് ആണ്. എന്നാൽ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ സ്പോട്ട് തന്നെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നോർമൽ ഡ്രൈവ് മോഡിലേക്ക് അത് പോകുന്നതായിരിക്കും. അത്രയാണ് പറയാനുള്ളത്. ജസ്റ്റ് ഒരു റിവ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ GT ലൈൻ എനിക്ക് തോന്നുന്നു 3-ാം തീയതിയാണ് ലോഞ്ച് ആണ്. ഇതുവരെ ചാനലിൽ കയറിയിട്ട് വീഡിയോസ് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ ഒറ്റൊരു അതായത് ബ്രാൻഡിന്റെ കണ്ടന്റിലാണ് ഞാൻ ഇത്രയും, അതായത് എനിക്കൊന്ന് 16,000-ന്റെ അടുത്തോളം ആൾക്കാരായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തരുന്ന സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചതിലും കൂടുതലാണ്, അതായത് ഇവിടുന്ന് കിട്ടുന്നതിൽ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോസ് കാണാം. ടിൽ ദെൻ ബൈ ബൈ.